മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം 5ാം ദിവസവും തുടരുന്നു. അടക്കാക്കുണ്ട് മഞ്ഞൾപ്പാറയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. നരഭോജി കടുവയെ പിടികൂടി കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട മലപ്പുറം കാളികാവിൽ വനം വകുപ്പിന്റെ ദൗത്യം തുടരുകയാണ്. 60 അംഗ RRT സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. 50ഓളം നിരീക്ഷണ ക്യാമറകളും 5 ലൈവ് സ്ട്രീം ക്യാമറകളും വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനിടെ അടക്കാക്കുണ്ട് മഞ്ഞൾ പാർക്ക് സമീപം കടുവയുടെ കൽപ്പാടുകൾ കണ്ടെത്തി. ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രദേശത്തിന്റെ മറുഭാഗത്തായാണ് കൽപ്പാടുകൾ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. അതേസമയം കടുവയെ പിടികൂടി കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കടുവയെ കൊല്ലണം, കാരണം ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള കടുവയെ ഇനി വെച്ച് വെക്കില്ല എന്നുള്ള ജനങ്ങളുടെ വികാരത്തോടൊപ്പം തന്നെയാണ് ഞങ്ങളും. കടുവയുടെ സാന്നിധ്യം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മുത്തങ്ങയിൽ നിന്നും എത്തിച്ച 2 കുങ്കിയാനകളുമായുള്ള തെരച്ചിൽ ആരംഭിക്കുകയുള്ളൂ. കുങ്കിയാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാപ്പാൻ അഭയ് കൃഷ്ണയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കടുവ ദൗത്യത്തിനിടെ സ്ഥലം മാറ്റിയ നിലമ്പൂർ സൗത്ത് DFO ധനിക്കിലാൽ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. 24 മലപ്പുറം.